ഹായ്. ഇങ്ങനെയാണ് ഒരു യൂഷ്വൽ ഡേ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് എ സ്ട്രോങ് ടീ. ഐ എം മോർ ഓഫ് എ ടീ പേഴ്സൺ ദാൻ എ കോഫി പേഴ്സൺ. അപ്പോൾ അതൊരു സ്ട്രോങ് ചായയാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ചില റീൽസിലൊക്കെ കാണാൻ പാടില്ലേ, കട്ടൻ കാപ്പി, പിന്നെ ജോൺസൺ മാസ്റ്ററുടെ പാട്ട്, പിന്നെ ഒരു മുറുക്ക്, ഇതൊക്കെയാണെങ്കിൽ സുഖമാണ്. സോ ഫോർ മീ ഇറ്റ്സ് ടീ, നോട്ട് എ കോഫി. മുറുക്കുണ്ട് കേട്ടോ. സോ ഇതെൻ്റെ ഒരു സുഹൃത്ത് തന്ന മുറുക്കാണ്. ചായയുടെ കൂടെയുള്ള കടീസ് ദിസ് മുറുക്ക്. കൊള്ളാം, ആക്ച്വലി നല്ല മുറുക്കാം. എനിക്കിപ്പോൾ ആഴ്ചയിൽ 2 ദിവസം, ഒരു ദിവസം ഓഫീസിൽ പോകണം. ഇനി മുതൽ ഒരു 3 ദിവസം ആക്കാൻ പോകണം. സോ ഹാവ് ടു പ്രാക്ടീസ് ഗോയിങ് ടു ഓഫീസ്. അതുകൊണ്ട് ഇതിന് സമയമില്ല. അപ്പോൾ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ വലിച്ചു വാരിയിട്ട് ഓഫീസിൽ പോവുക, എങ്ങനെയാണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ആം നോട്ട് ഏബിൾ ടു ഡു എ ലോട്ട് ഓഫ് വീഡിയോസ്. ഐ മീൻ nobody cares, but I'm just saying. So yeah, ഇനി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഇന്നിപ്പോൾ ഓഫീസിൽ പോകേണ്ടാത്തൊരു ദിവസമാണ്. ഇറ്റ്സ് എ വെരി കാം ഡേ ടുഡേ. സോ ലെറ്റ്സ് പ്ലാൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, സംതിങ് വെരി സിമ്പിൾ. ഞാനിന്നെല്ലാം പുറത്തുനിന്ന് കഴിക്കാനാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദി ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഭയങ്കര ഒരു കാം ഡേ ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു തിങ്ക് വാട്ട് ടു ഈറ്റ് ടുഡേ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാനൊരു മൈൻഡില്ല. നമുക്ക് ചില ദിവസങ്ങളില്ലേ ഭയങ്കര മഴയൊക്കെയുള്ള ദിവസം വീട്ടിൽ തന്നെ ചുമ്മാ അങ്ങനെ ഇരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ. So I'm thinking to read something, write something, maybe think of doing a podcast. I haven't done podcast for a while, so I have to literally brainstorm on what I have to actually do. So yeah, that's a plan for today. I have no idea how it's gonna go. Let's see. മഴയതുകൊണ്ട് ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡോറ് തുറക്കാത്തത്. ഉമ്രപ്പടിയിൽ ഇരിക്കരുതെന്നൊക്കെ പറയും, പക്ഷേ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോർട്സിൽ ഓർമ്മയുണ്ട്. ചില സമയത്ത് ഈ വാതിൽ തുറന്നിട്ട് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് പുറത്തോട്ടിറങ്ങാൻ വയ്യ. മേ ബി ഒന്ന് കാമായി കഴിയുമ്പോൾ മേ ബി ഐ ഗോ ഔട്ട്സൈഡ്, സിറ്റ് ആൻഡ് റിലാക്സ് ആൻഡ് സീ ഇഫ് ഐ ക്യാൻ റീഡ് സംതിങ് ഔട്ട്സൈഡ്. പക്ഷേ എനിക്കറിയില്ല, ഇന്നത്തെ ഫുൾ ഡേ ഫോർകാസ്റ്റിൽ മഴയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മഴയാണെന്ന്. എൻ്റെ വോയിസ് ഒക്കെ കേൾക്കണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. സോ cloudy and rainy day today. ഭയങ്കര കാറ്റാണ് കേട്ടോ, രക്ഷയില്ല. എൻ്റെ അമ്മേ, ജാക്കറ്റ് ഇട്ട് പുറത്തോട്ട് ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മേ ബി I'll eat an apple. An apple a day keeps ആറാണ്ടിനെയൊക്കെ അവേ, അങ്ങനെയൊക്കെയല്ലേ. കുറച്ച് നേരം ആപ്പിളൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കാം. നാട്ടിലത്തേക്കാളും ഭയങ്കര ടേസ്റ്റുള്ള ആപ്പിൾസാണ് കേട്ടോ ഇവിടെ. ഐ തിങ്ക് മേ ബി ഇത് ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം. ഞാൻ അവിടെ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ആപ്പിൾസ് ഉണ്ടായിരുന്നൊക്കെ കാണാം. മേ ബി വൺ ഡേ ഞാൻ വാക്കിന് പോകുമ്പോൾ അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ആപ്പിൾ. ഈ ചുമ്മാ ഇരിക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തുറന്നു നോക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാ. സത്യം പറഞ്ഞൊന്നുമില്ല. ഹാവ് ടു ഫിൽ. കുറച്ച് ലെൻറ്റ് ചോക്ലേറ്റ്സ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഹായ് കപ്പലണ്ടി. ഇതൊരു ബിയറാണ് കേട്ടോ. ഐ ഡോണ്ട് ഡ്രിങ്ക് ബിയർ. എനിക്ക് വിസ്കിയാണ് എനിക്കിഷ്ടം. ബിയർ എനിക്ക് അത്ര ഇഷ്ടമല്ല. somebody comes, അവർക്ക് ചിൽഡ് ബിയർ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതാണിത്. ഇത് ദോശമാവാണ്. ഒരു ദോശ വേണമെങ്കിൽ ഉണ്ടാക്കാം. സോ ലെമൺ ഉണ്ട്, ഐ തിങ്ക് ഇറ്റ്സ് ക്യാരറ്റ്സ് ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്. ദീസ് ആർ ഫ്യൂ ഐറ്റംസ് വിച്ച് ഐ ഓൾറെഡി മെയ്ഡ്. അറിയത്തില്ല, നോക്കാം. ഇതെൻ്റെ ഓഫീസ് ബാഗാണ്.
ഞാൻ 2 ദിവസം മുന്നേ ഇൻസ്റ്റയിലൊരു സ്റ്റോറി ഇട്ട സമയത്ത് നല്ല ബാഗാന്ന് പറഞ്ഞു. ഇത് ഞാൻ $30 സെയിലിൽ വാങ്ങിച്ച അബീബാസിൻ്റെ ഫേക്ക് അഡീഡാസ് ആണ്. ഇത് എൻ്റെ മോസ്റ്റ്ലി ഓഫീസ് സാധനങ്ങളാണ്. എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ്, പിന്നെ അതിൻ്റെ ഒരു പൗച്ച്, പിന്നെന്തൊക്കെയാ, പിന്നെ എൻ്റെ വാലറ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ഐ മീൻ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മളിവിടെ തണുപ്പത്ത് ലിപ്സൊക്കെ ഭയങ്കര ചാപ്റ്റാവില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിപ്പ് ലിപ്പ് ക്രീം സംതിങ്, എയർപോർട്സ്. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മണമൊക്കെ നന്നായിട്ട് വേണ്ടേ, ലൈക്ക് യു ഷുഡ് സ്മെൽ ഗുഡ് റൈറ്റ്. സോ അതിനായിട്ടുള്ളൊരു സാധനം. പിന്നെ എൻ്റെ സൺഗ്ലാസസ് ആക്ച്വലി വെർസാച്ചേൻ്റെ പെട്ടിയാണ്. ഇത് ഭയങ്കര ഒരു സ്റ്റഡി ആയിട്ടുള്ള പെട്ടിയാണെന്ന് ഞാൻ എടുത്ത് വെച്ചാൽ. ബട്ട് ഐ എം യൂസിങ് ജെൻറ്റിൽ മോൺസ്റ്ററിൻ്റെ ഗ്ലാസ്സാണ്. പ്രിറ്റി ഗുഡ്, പ്രിറ്റി ഷിക്ക്. നിങ്ങൾക്ക് ഈ കൊറിയൻ പോപ്പ് സീരീസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. ദിസ് ഈസ് മൈ ടെക് ബാഗ്. ഇതും ഞാൻ സെയിലിൽ വാങ്ങിച്ചതാണ്. ലൈക്ക് $1,000 സംതിങ്, അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ഒരു പോർട്ടബിൾ ബാങ്ക്, പവർ ബ്രിക്ക്, പിന്നെ ഫ്യൂ കേബിൾസ്. ഇതൊക്കെ കുറച്ച് അഡാപ്റ്റേഴ്സാണ്, ലൈക്ക് USB-C ഉണ്ട്. പിന്നെ ഇതൊരു നമ്മുടെ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്യുന്ന കേബിളുണ്ട്. പിന്നെ അഗെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, മാക് അഡാപ്റ്റർ. പിന്നെ അഗെയിൻ അനദർ ബ്രിക്ക്. നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. സോ ആൻഡ് ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ ഷോ യു ദിസ്. ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കീബോർഡ് യൂസ് ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള കീബോർഡ് ഉപയോഗിക്കേണ്ട, ഇങ്ങനത്തെ കൺവെൻഷണൽ കീബോർഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഇത് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് ലുക്സ് ഫങ്കി. ആൻഡ് ഇതിലോട്ട് ഒരു സമയത്ത് 3 ബ്ലൂടൂത്ത് ഡിവൈസസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയല്ലേ? ഇത്രേ ഉള്ളൂ. താങ്ക് യു. ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന്. സമയം 11:30 ആയതേ ഉള്ളൂ. സോ അറിയത്തില്ല, ലെറ്റ്സ് സീ. താഴെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. സോ മേ ബി ഐ വിൽ ഗോ ഹാവ് ഫുഡ് ഫ്രം ദേർ. ഐ ഡോണ്ട് നോ, നോക്കാം. എന്നാ മഴയാ. ഞാൻ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് കോർട്ടും മഴയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യണമല്ലേ. ഓക്കെ, ലെറ്റ്സ് സീ. ഫുഡ് കോർട്ട് തന്നെ പോവാം, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും. എന്നാ ഇരുട്ട്, ലേറ്റ് നോക്കട്ടെ. അയ്യോ വിളിച്ചു വേണ്ട, ലേറ്റ് വേണ്ട. ലേറ്റ് ഇല്ലാത്ത തന്നെയാണ്. സംടൈംസ് ഇറ്റ് ഈസ് ഗുഡ്. സോ യാ, ഈ തണുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, നമുക്ക് നല്ലൊരു ജാക്കറ്റ് ഇടണം എന്നുള്ളതാണ്. അതർവൈസ് എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? നല്ല ജാക്കറ്റ് അല്ലേ? ജാക്കറ്റ് അല്ല, ദിസ് എ ട്രെഞ്ച് കോട്ട്. വൂളൻ ട്രെഞ്ച് കോട്ട്. ഇല്ലെങ്കിലേ പണി പാടും. ഓൾ സെറ്റ്. ഈ ഷർട്ട് സൈസ് എക്സൽ എന്താണ്ടാണ്, അത് മാത്രം ഒരു കുറവുള്ളൂ. ബട്ട് ആര് നോക്കാനാ, താഴെ വരെ പോയാൽ മതി. എനിവേ ലെറ്റ്സ് ഗോ. എൻ്റെ ബിൽഡിങ്ങിലുള്ള ഹാലോവീൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ. എൻ്റെ മുന്നേ ഭയങ്കര മഴയാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒന്നും പറയണ്ട, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. എന്തേ ഫുഡ് വാങ്ങിച്ചു. പക്ഷെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് കഴിക്കാം. കുറച്ച് മെയിൽസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഈ തുണിയൊക്കെ അലക്കാനുള്ള പരിപാടി ഇന്നേ നടക്കുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ക്യാമറ ഇവിടെ വച്ചിട്ടാണോ പോയെന്ന്. യെസ്, ഞാൻ ക്യാമറ ഇവിടെ വച്ചിട്ടാണ് ആ എടുക്കുന്ന ഷോട്ട് എടുക്കാൻ പോയത്. യെസ്,
യെസ് യെസ് യെസ്. നമ്മളുടെ വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ ഡ്രാമയൊക്കെ ചെയ്യേണ്ടി വരും. ക്യാമറ ഇവിടെ വയ്ക്കുക, എന്നിട്ട് നമ്മൾ നടന്ന് വരുന്നവരെ കാണിക്കുക. ഐ മീൻ ലിറ്ററലി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു രസമല്ലേ. എനിക്ക് ഈ സിനിമാറ്റോഗ്രാഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സിനിമാറ്റിക് വേയിൽ സാധനങ്ങൾ കാണിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം കയ്യിൽ, ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. പക്ഷേ ഒരു രസം വേണ്ടേ, നമുക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ ശരി ഗൈസ്, ഉച്ചയുറക്കത്തിന് സമയമായി. ഇനി ക്യാമറ ഞാൻ തന്നെ വന്നെടുക്കണം കേട്ടോ. അമ്മേ, ക്യാമറ വെച്ചിട്ട് അതെടുക്കുക. അപ്പോൾ ടാറ്റാ ബൈ.